ഹലോ ചങ്കുകളെ, RK ഏഞ്ചൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ വിശേഷം എന്ന് പറയാനായിട്ട് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചങ്കുകളെ. അപ്പൊ നമ്മള് ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ ഇനി അഴിച്ചു വെക്കാൻ പോവുകയാണ്. കാരണം ന്യൂ ഇയർ ആഘോഷം വരെ കഴിഞ്ഞു. അപ്പൊ മാല ബൾബ് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ അഴിച്ചിട്ട് നമ്മൾ മധുരമേരിക്കൊക്കെ ഒന്ന് കൊടുക്കാന്ന് വെച്ചേക്കാം. കാരണം ഈ 19 ജനുവരി 19 ഞങ്ങളുടെ അമ്പ് പെരുന്നാളാണ്. അപ്പൊ അമ്പ് പെരുന്നാളായിട്ട് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് അലങ്കരിക്കണം. അപ്പൊ അതിന്റെ അലങ്കാരം ഞാൻ ഇന്നേ തുടങ്ങിയാണ്. അപ്പൊ ഇന്ന് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഈ മാല ബൾബൊക്കെ നമുക്ക് അഴിച്ച് ഞാനിപ്പോ തൽക്കാലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 19 ആകുമ്പോഴേക്കും പിന്നെയും ഇത് അഴിച്ച് ചെയ്യാൻ പണിയാൻ നിൽക്കണ്ടേ. അപ്പൊ അതൊക്കെ മെനക്കെട്ട ഏർപ്പാടാണ് ചങ്കള്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മാല ബൾബൊക്കെ ഇന്ന് തന്നെ ഞാൻ സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഒന്ന് കാണാം. സെറ്റ് ചെയ്തിട്ട് ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ചങ്കളെ, നമ്മളിപ്പോ ഒരു സെറ്റ് മാല ബൾബ് നമ്മളിപ്പോ മധുരമേക്കിട്ട് ചിറ്റി കൊണ്ടുവന്ന് ഗേറ്റും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത് എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അല്ലേ. ഈ തലെടുക്കാൻ കിട്ടില്ല ഇതിനുള്ളിൽ. അപ്പൊ ചങ്കളെ, നമുക്കിത് എങ്ങനെ ഉണ്ട് നോക്കാം. ഈ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ മധുരമേക്കൂടി മധുരം കാണിച്ചു കൊടുത്തരി എങ്ങനെ ഇട്ടേക്കണ. മധുരമേക്കൂടി ഇങ്ങനെ ഇട്ടേക്കണേ. ഇട്ടിട്ട് ഇത് എങ്ങനെ ഭംഗി ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. കഷ്ടപ്പാടാണ് ചങ്കള്. ഇത് എത്ര നോക്കിയിട്ടും ഈ കുരിശ് മുകളിലേക്ക് കയറുന്നില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കോ കയറി ചങ്കള. പിന്നെ മാതാവേ. അപ്പൊ അത് ശരിയായി. അതൊന്നും പറ്റണ്ടായിരുന്നില്ല. കുറച്ച് ചെയ്തപ്പോഴേക്കും ഞാൻ വയ്യാണ്ടായി ചങ്കള്. ഇതാണ്. അപ്പൊ നമുക്കിനി ഇത് ഈ മതിൽമേൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ അമ്പ് പെരുന്നാള് 19 ആണ് കേട്ടാ. എല്ലാവരും ഇതെങ്ങനെ കൊടുക്കും? സാധനത്തുമ്പോ കെട്ടി വെക്ക്. എങ്ങനെ കെട്ടി വെക്കണം? കൺഫ്യൂഷൻ. ഇതിങ്ങനെയൊന്നും അല്ലടാ. അപ്പൊ ഇങ്ങനെ ഓക്കെ. അവിടെ പരട്ടക്കളവാ. അയ്യോ വയ്യേ. അപ്പൊ ഇങ്ങനത്തെക്കോളായിട്ടുണ്ട് ചങ്കള. നമുക്ക് ഇനി അടുത്തത് ഇത് ഞാൻ ചെയ്യുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവളെന്തിട്ട് പ്രാന്തി കാണിക്കണം, ഇവൾക്ക് എന്താ ബോധമില്ലേന്ന്. പക്ഷെ ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ, ഇത് ചെയ്ത് കഴിയുമ്പോ നല്ല ഭംഗിയുണ്ടാണ്. മാല ബൾബ് അഴിച്ചു വെക്കണില്ലടാ. നമുക്കേ ഇത് തുടങ്ങി. അയ്യോ ഇപ്പൊ ഇടല്ലേ, കറണ്ട് പിടിക്കും. അമ്പിടാനായിട്ടേ ഇപ്പൊ നമുക്ക് പെരുന്നാളിന്റെ തുടങ്ങാറില്ല. അപ്പൊ ഇതെന്താ അപശരിയായി. അപ്പൊ നമുക്കിതിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് മാറ് ഇവിടെ നിന്ന് ഇത് അടയ്ക്കാനും പറ്റുമെന്ന് നോക്കണം. അപ്പൊ നമുക്കിത് അടക്കാനും പറ്റുന്നു, തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതുമ്മ ഇങ്ങനെ കൊടുക്കാം. അമ്പിന് മുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരാളുണ്ടാവൂലേ. ലൈറ്റ് ഇടില്ലേട്ടോ. നീ ലൈറ്റ് ഇട്ട് ടെസ്റ്റിങ് എടുത്ത് ഞാൻ അതുമ്പോ കരിഞ്ഞിരിക്കേ. ഇടില്ലേട്ടാ. ഇട്ട് കഴിഞ്ഞ് ഞാൻ കരിഞ്ഞ് പണ്ടാറടി പോട്ടാ. അയ്യോ ചതിക്കരുതേ. അയ്യോ എത്തിയില്ല. എന്നിട്ടും അപ്പൊ ഇത് എത്തിയില്ല ചങ്കളെ. ഞാനിവിടെ എത്തിക്കാൻ ലൈറ്റ് ഇടില്ല. കറണ്ട് അടിക്കുന്നു തന്നെ. അവന് ലൈറ്റ് ഇട്ട് കളിക്കുന്നു. കറണ്ട് അടിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ. ലൈറ്റ് ഇടല്ലേ. അത് കുറച്ചും കൂടി അവിടെ നിന്ന് ഇടയ്ക്ക് ലൂസായി കഴിഞ്ഞ് ഇവിടെ ഓക്കെ റെഡി മണി കണ്ടീഷൻ ആക്കാം. അപ്പൊ ചങ്കൾ നമുക്കിത് ഈ അറ്റം വരെ എത്തിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഒന്നും കൂടി അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് ലൂസാക്കി കൊണ്ടിട്ട് എന്നാലും നമുക്ക് ഇതിന്റെ അറ്റം വരെ എത്തണം, എന്നാലൊരു ഭംഗി ഇട്ടുള്ളൂ. അപ്പൊ നമുക്കതൊന്നും കൂടി അഴിച്ചു ചെയ്യാം. മാല ബൾബ് സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടുത്തെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഇരുട്ടായിട്ട് ഞാൻ കാണിച്ചത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടാ. അപ്പൊ നമ്മുടെ ഗേറ്റുമ്പോ ഫുള്ള് നമ്മുടെ ഗേറ്റും ഈ അറ്റം തുടങ്ങി അറ്റായിരുന്നു. പക്ഷെ ഈ ഒരു സൈഡ് ഏറ്റവും ഭംഗി കാണാനായിട്ട്, മറ്റേ സൈഡ് കാണാൻ നോ ഭംഗി. അത് മതി. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ സെറ്റ് ആയില്ല, അടിപൊളിയായില്ലേ? ഭംഗിണ്ടാ?
ഇരുട്ടാകുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ജനുവരിയില് ഈ മാസം 19 നമ്മുടെ അമ്പ് പെരുന്നാളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാലബൾബ് കൂരുള്ളൂ. അപ്പൊ നമുക്ക് ഒന്ന് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണും. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ എങ്ങനെ ഭംഗിയുണ്ടോ നോക്കാട്ടാ. അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇരുട്ടാവട്ടെ. ഇപ്പൊ നമ്മളിതൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ബൾബൊക്കെ എന്താവെന്ന് അറിയില്ല ചങ്കളെ. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഇരുട്ടാവാത്തത് കൊണ്ട് ബൾബിന്റെ ഭംഗി അറിയാൻ പറ്റുന്നില്ല. നമ്മളപ്പോൾ ഇതിങ്ങനെ ഗേറ്റിന്റെ ചുറ്റും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായിട്ട് ഒന്നും കൂടി നല്ലൊരു വ്യൂ നമുക്ക് കാണാം. ഇപ്പം ഏകദേശം നല്ല രസമൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വഴിയിൽ മൊത്തം ഈ വഴി ചപ്പും ചവറൊക്കെ വെട്ടണം കേട്ടോ. നിറച്ചും കാട് കയറി കിടക്കുകയാണ്. ഈ വഴി അറ്റം വരെ തോരണങ്ങൾ തൂക്കും. 19 തീയതി ആകുമ്പോൾ ഈ വഴിയുടെ അറ്റം വരെ നമ്മൾ തോരണങ്ങളൊക്കെ ഞാനൊരു സ്ഥലത്ത് നിന്ന് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി അറ്റം വരെ ഇവിടുത്തെ കാടൊക്കെ വെട്ടി നല്ല ഭംഗിയാക്കും നമ്മുടെ വഴിയൊക്കെ. അതിൻ്റെ അറ്റം വരെ നമ്മൾ അമ്പൂരുന്നാളിൽ തോരണങ്ങളിടും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ അന്ന് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവരും കാണിച്ചു തരാട്ടെ ചങ്കളെ. അപ്പോൾ ചങ്കളെ നമ്മളുടെ ഫിഷ് ടാങ്ക് അല്ല, നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മളപ്പോൾ അഴിച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുമെന്നുള്ള മാല ബൾബ് കൂരിട്ടാണ് നമ്മൾ ഇങ്ങടേക്കൊക്കെ ഇട്ടേക്കണത്. കണ്ട മതിലുമേക്കൂടെയൊക്കെ ഇട്ട് നമ്മൾ ആ മാല ബൾബ് കൂരിട്ടാണ്. അപ്പോൾ നമുക്കിനി ട്രീ നമുക്ക് ഇനി ഊരി വെക്കാം. ഇനി അടുത്ത കൊല്ലം നമുക്ക് ട്രീയുടെ പരിപാടി ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത കൊല്ലം ട്രീ എടുക്കാം. അപ്പം എൻ്റെ ഫിഷ് ടാങ്കിലെ മീൻകുട്ടികളൊക്കെ കിടന്ന് നല്ല സൂപ്പറായിട്ട് കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. ഇതെൻ്റെ ജമ്പൻ, ഇതെൻ്റെ തുമ്പൻ. ജമ്പനും തുമ്പനാണ് കേട്ടോ. അത് ജമ്പനും തുമ്പനും ഓടിക്കളിക്കണണ്ട. അതാണ് എൻ്റെ ജമ്പനും തുമ്പനും. ജമ്പ ജമ്പ തുമ്പ തുമ്പ തുമ്പ. അപ്പോൾ കണ്ട എൻ്റെ തോരണങ്ങൾ ഞാൻ കൊണ്ടുവച്ചത്, ഞാനിതൊരു സ്ഥലത്തുനിന്ന് ഞാൻ അഴിച്ചു മാറ്റിയപ്പോൾ ഞാൻ കൈയോടെ കൂടിയോടെ കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് നമ്മുടെ വഴിയിൽ മൊത്തം നമുക്കിത് ഇടാനുള്ളതുണ്ട്. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാളിന് ഇടാനുള്ള തോരണങ്ങൾ ചങ്കളെ. അപ്പോൾ ചങ്കളെ നമ്മുടെ മാല ബൾബ് മതിലുമൊക്കെ ഇട്ടത് സെറ്റായിട്ടുണ്ട്. കൊള്ളാല്ലേ? സൂപ്പറായിട്ടുണ്ടല്ലേ ചങ്കളെ? അപ്പം ജനുവരി 19 നമ്മുടെ അമ്പ് പെരുന്നാൾ. അപ്പം എല്ലാവരും ക്ഷണിച്ചിരിക്കുന്നു ഇപ്പോഴേ തന്നെ. ഓക്കെ. അപ്പം നല്ല ഭംഗിയുണ്ട് ചങ്കളെ. ഇപ്പം ഇരുട്ടായപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയണേ. അപ്പം നമുക്കൊന്ന് പുറത്തുനിന്നുള്ള കാഴ്ച കാണാം. ഇരുട്ടായപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയായി. കുറച്ചും കൂടി വേണ്ടതായിരുന്നു ചങ്കളെ. ഈ ഒരു സൈഡിലത്തെ ബൾബ് മിന്നുന്നില്ല. അത് പഴയതാണ് കേട്ടോ. ഇത് ഈ കൊല്ലം വാങ്ങിച്ചതിൻ്റെ പേരിലാണ് ഇത് ചീത്തയായിട്ടില്ല. അപ്പം നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ച കാണാം. ഇപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ ചങ്കളെ? നന്നായിട്ടില്ലേ? അപ്പം അമ്പ് പെരുന്നാളുടെ ആഘോഷങ്ങൾ നമ്മൾ തുടങ്ങിയാണ്. മഴ പെയ്യുമ്പോൾ ലൈറ്റൊക്കെ പോകുന്നറിയില്ല. ഇപ്പം എൻ്റെ മോള് വിളിച്ചപ്പോൾ ചീത്ത പറഞ്ഞു, അമ്മ എന്ത് മണ്ടത്തര കാണിച്ചേ, മഴ പെയ്യുമ്പോൾ ഇതൊക്കെ അടിച്ചു പോകുമെന്ന് പറഞ്ഞേക്കണം അവള്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിടാൻ പോകണം. ഞാനിപ്പോൾ ഇത് തൽക്കാലം ഫിറ്റ് ചെയ്തപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയെന്നുള്ളൂ. എല്ലാം നമുക്ക് ഓഫ് ചെയ്തിടാം. അതല്ലെങ്കിൽ അവള് പറഞ്ഞ പോലെ മഴ പെയ്യുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇതെല്ലാം പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണത്തിന് ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ ജനുവരി 19 ആരും മറക്കണ്ട. എല്ലാവരും അമ്പ് പെരുന്നാൾ തെക്കൻ താണശ്ശേരിയാണ് ഞങ്ങളുടെ ഇടവക. എല്ലാവരും ഞങ്ങളുടെ പള്ളിയിലേക്ക് പോരുട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ ചങ്കളെ. കുറച്ച് ഒരു 2-3 ലൈറ്റ് ഇട്ടപ്പോഴേക്കും ഞാനാകെ വെട്ടി വയർത്ത്. ഇത്രയും മഴ പെയ്തിട്ട് നല്ല ചൂടാണല്ലേ ചങ്കളെ? അടിപൊളി ചൂടാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നിങ്ങൾ തരുന്ന ഈ ചെറിയ സപ്പോർട്ട് വലിയൊരു സന്തോഷമാണ് നമുക്ക്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരും. നല്ല നല്ല സ്റ്റോറികൾ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത് തന്നെ പുതിയൊരു സ്റ്റോറി നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മളിപ്പോ അമ്മയുടെ അച്ഛനും പറഞ്ഞിട്ട് ഇട്ടൊരു ചെറിയൊരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി. ഒരുപാട് പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ച്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ചങ്കളെ നിങ്ങൾ തന്ന സപ്പോർട്ടിന്. അപ്പൊ ഒത്തിരി സന്തോഷം ചങ്കളെ. അപ്പൊ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം ചങ്കളെ. അപ്പൊ എല്ലാ ചങ്കകൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ.